ഹാഫിദ് ഇബ്നു അഹ്മദ് അൽ ഹക്കമി റഹിമഹുല്ല അവരുടെ കവിത സുല്ലമുൽ ഉസൂൽ ഇലാ മബാഹിസി ഇൽമിൽ ഉസൂൽ. വിഷയം ഷിർക്കിലേക്ക് അടുക്കുന്നതോ ആയ ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഫസ്ലുൻ ഫി ബയാനി ഉമൂരിൻ യഫ്അലുഹൽ ആമ്മതു മിൻഹാ മാ ഹുവ ഷിർകുൻ വമിൻഹാ മാ ഹുവ ഖരീബുൻ മിൻഹു വബയാനുൽ മശ്റൂഇ മിനർ റുഖ വൽ മംനൂഇ മിൻഹാ വഹൽ തജൂസു തമാഇമു. ഫസ്ലുൻ ഇതൊരു പിരിച്ചില. ഫി ബയാനി വിവരിക്കുന്ന വിഷയത്തിൽ ഉമൂരിൻ ചില കാര്യങ്ങൾ യഫ്അലുഹൽ ആമ്മത്ത് പൊതുജനം പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്ന മിൻഹ മാഹുവ ഷിർക്കുൻ അതിൽ ഷിർക്കായതുണ്ട്, വമിൻഹ മാഹുവ ഖരീബും മിൻഹു അതിനോട് അടുത്തത് ഉണ്ട് ചിലത്. വ ബയാനുൽ മശ്റൂഇ മിനർ റുഖിയകളിൽ അന്ത്രങ്ങളിൽ ഷറാക്കപ്പെട്ടത് ദീൻ അനുവദിച്ചതിൻ്റെ വിവരണം, വൽ മംനൂഇ മിൻഹ അതിൽ നിന്ന് തടയപ്പെട്ടത് നിരോധിക്കപ്പെട്ട റുഖയ മന്ത്രങ്ങളും അതിൻ്റെ വിവരണം. വഹൽ തജൂസു തമായിമു തമീമത്തുകൾ ഏലസുകൾ അനുവദനീയമാണോ എന്ന വിഷയം ഇത് സംബന്ധിച്ച് പറയുന്ന ഭാഗമാണ് കവിത. ومن يثق بوضعة أو ناب أو حلقة أو أعين الذئاب أو خيط أو عضو من النسور أو واتر أو تربة القبور لأي أمر كائن تعلقا وكله الله إلى ما علقا ثم الرقى من حمة أو عين فإن تكن من خالص الوحيين فذاك من هدي النبي وشرعته وذاك لا اختلاف في سنيته. أما الرقى المجهولة المعاني فذاك وسواس من الشيطان وفيه جاء الحديث أنه شرك بلا مرية فاحذرنه إذ كل من يقوله لا يدري لعله يكون محض الكفر أو هو من سحر اليهود مقتبس على العوام لبسوه فالتبس وفي التمائم المعلقات إن تك آيات مبينات فالاختلاف واقع بين السلف فبعضهم آجازها والبعض كف وإن تكن مما سوى الوحيين فإنها شرك بغير مين بل إنها قاسمة الأزلام في البعد عن سيماء للإسلام. ومن يثق അപ്പോൾ ആരൊരുത്തൻ അവലംബിക്കുന്നുവോ ബി വദ്അത്തിന് അവലംബിക്കുക. വദ്അത്ത് എന്ന് പറഞ്ഞാൽ ബഹർ സമുദ്രത്തിൽ നിന്ന് കിട്ടുന്ന വെളുത്തൊരു സാധനം എന്ന് പറയും. അപ്പോൾ അത് മുശ്രിക്കുകൾ എന്ത് ചെയ്തിരുന്നു, രക്ഷ എന്ന നിലക്ക് ഉപയോഗിച്ചിരുന്നു. കണ്ണേറിൽ നിന്നൊക്കെ തടുക്കുന്നതിന് വേണ്ടി ഇത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഔ നാബിൻ അല്ലെങ്കിൽ നാബ് എന്ന് പറഞ്ഞാൽ കോമ്പല്ലാണ്. അതായത് ചില ജീവികളുടെയൊക്കെ കോമ്പല്ല് ഉപയോഗിക്കാം. അത് കണ്ണേറിനും മറ്റ് പല പ്രശ്നങ്ങൾക്കൊക്കെ അത് കൊണ്ട് തടയാൻ പറ്റുമെന്ന നിലക്ക്. ഔ ഹൽഖത്തിൻ അല്ലെങ്കിൽ വളയം, നേരത്തെ കിതാബ് തൗഹീദ് നമ്മൾ വിശദമായിട്ട് പഠിച്ചാണ്. ഔ അയുനു ദീബ് ചെന്നായ
ചെന്നായകളുടെ കണ്ണുകൾ, അതായത് ചെന്നായ ചത്താൽ അതിൻ്റെ കണ്ണെടുത്തിട്ട് അതെന്ത് ചെയ്യുക, കുട്ടികളുടെ മേലൊക്കെ കഴുത്തിലും അവിടെയൊക്കെ കെട്ടിത്തൂക്കുക. അത് കണ്ണേർ തട്ടാതിരിക്കാൻ വേണ്ടി പറ്റുന്നുള്ള വിശ്വാസം. ഔ ഹൈത്തിൻ അല്ലെങ്കിൽ ചരട്, ഔ ഉളുവിമ്മിനൻ നുസൂരി, നസ്ർ എന്ന് പറഞ്ഞാൽ കഴുകനാണ്. നുസൂർ കഴുകന്മാരുടെ അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് എല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. ഔ വത്തരിൻ അല്ലെങ്കിൽ വത്തർ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൽ ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വില്ല് പിന്നെ അത് ഇളകി കഴിയുമ്പോൾ അതിൻ്റെ ചരട്, അതിൽ നിന്നുള്ള ചരട് പിന്നെ കെട്ടിത്തൂക്കുന്നതാണ്. അത് കണ്ണേറിനൊക്കെ എതിരായിട്ട് ഉപയോഗിക്കാം. ഔ തുർബത്തിൽ ഖുബൂരി, അല്ലെങ്കിൽ ഖബറുകളുടെ മണ്ണ്, കാരണം മഹാന്മാരുടെ പിന്നെ അല്ലെങ്കിൽ മഹാന്മാരെന്ന് പറയപ്പെടുന്നവരുടെയൊക്കെ ഖബറുകൾ, ആ ഖബറുകളുടെ മണ്ണെടുത്ത് അത് മേലാകെ പുരട്ടുക, അത് വെള്ളത്തിലിട്ടിട്ട് കുളിക്കുക, അതുകൊണ്ട് തേക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ആ മരിച്ചു കിടക്കുന്ന മഹാൻ്റെ ബറക്കത്ത് കൊണ്ട് ഇവൻ്റെ രോഗം ഭേദമാകുന്നുള്ള വിശ്വാസം. ഇതൊക്കെ ലി അയ്യി അംറിൻ കാഇനിൻ തഅല്ലഖ വക്കലഹുല്ലാഹു ഇലാ മാ അല്ലഖ. ഏത് കാര്യത്തിന് വേണ്ടിയാണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബന്ധിച്ചത്, അവൻ്റെ കാര്യം അള്ളാഹു എന്തു ചെയ്യും, എന്തിനേക്കാണോ അവൻ ബന്ധിച്ചത് അതിലേക്കാക്കും. എന്ന് പറഞ്ഞാൽ അള്ളാഹ് അവൻ്റെ കാര്യം ഏറ്റെടുക്കൂല എന്നുള്ളതാണ്. അള്ളാഹുവിലാണ് തവക്കുലാക്കേണ്ടത്, അതിന് പകരം അവൻ ഇത്തരം കാര്യങ്ങളിൽ തവക്കുലാക്കിയാൽ, ഫലമേൽപ്പിച്ചാൽ എന്നാണ്. പിന്നെ റുക്ക എന്ന് പറഞ്ഞാൽ റുക്കയ്യത്ത് എന്നുള്ളതിൻ്റെ, റുക്കയ്യ എന്നുള്ളതിൻ്റെ ബഹുവചന ജമ്മാണ് റുക്ക. പിന്നെ മന്ത്രങ്ങൾ, റുക്കയകൾ, മിൻ ഹുമത്തിൻ, അത് ഹുമത്ത് എന്ന് പറഞ്ഞാൽ തേള്, പാമ്പ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കടിക്കുക, അതുകൊണ്ടുണ്ടാണ് പ്രശ്നം. അതിനു വേണ്ടി റുക്കയ്യ നടത്തുക. ഔ ഐനിൻ അല്ലെങ്കിൽ കണ്ണേറിന് വേണ്ടിയിട്ട് റുക്കയ്യ നടത്തുക. ഫഇൻ തകും മിൻ ഖാലിസിൽ വഹയൈനി, അത് രണ്ട് വഹയികൾ, അതായത് ഖുർആനും സുന്നത്തും, ഖുർആനും സ്വഹീഹായിട്ടുള്ള ഹദീസുകൾ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഖുർആൻ ആയത്തുകൾ, ദിക്റുകൾ, ദുആകൾ ഇതുപയോഗിച്ചു കൊണ്ടുള്ള മന്ത്രമാണെങ്കിൽ എന്ത്, ഈ കണ്ണേറിനും അതേപോലെ ഹുമ്മത്ത് തേള് കുത്തിയാൽ, പാമ്പ് കടിച്ചാൽ, ഇതിനൊക്കെ ഇങ്ങനെ ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട ദിക്ർ ദുആകൾ ആണ് എങ്കിൽ, അതുകൊണ്ടാണ് മന്ത്രം നടത്തുന്നതെങ്കിൽ അത് പ്രശ്നമില്ല എന്നുള്ളതാണ്. ഫദാക മിൻ ഹദിയിൻ നബിയ്യി വശിർഅതി വദാക ലഖ്തിലാഫ ഫീ സുന്നിയതി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്, ഷറയിൽപ്പെട്ടതാണ്, അതിൽ സുന്നത്താണ് എന്ന കാര്യത്തിൽ തർക്കമില്ല, അഭിപ്രായ വ്യത്യാസം ഇല്ല. എന്ത്, റുഖയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്, ഖുർആൻ ആയത്തുകൾ, ഹദീസുകളിൽ വന്നിട്ടുള്ള വാരിദായിട്ടുള്ള സ്വഹീഹായിട്ടുള്ള ഹദീസുകൾ വന്നിട്ടുള്ള ദിക്റുകൾ, ദുആകൾ, ഇതൊക്കെ കൊണ്ട് മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് തേടുക എന്നുള്ളതാണ് അതിൻ്റെ ആശയം. ഇനി അമ്മറുഖൽ മജ്ഹൂലത്തുൽ മാനി ഫദാക വസ്വാസും മിനശ് ശൈത്താനി. അമ്മറുഖ എന്നാൽ ചില റുഖയകളുണ്ടല്ലോ, മജ്ഹൂലത്തുൽ മാനി, അൽ മജ്ഹൂലത്തുൽ മാനി, അതിൻ്റെ ആശയം, അർത്ഥം അറിയില്ല, അർത്ഥം അറിയപ്പെടാത്തത്. ഫദാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം അറിയില്ല, എന്താണെന്ന് നമുക്കറിയില്ല, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. ഫദാക്ക് അത് വസ്വാസും മിനശ് ശൈത്താനി, ഷൈത്താനിൻ്റെ എന്നുള്ള വസ്വാസ്, ദുർമന്ത്രങ്ങളാണത്. വഫീഹി ജാഅൽ ഹദീസു അന്നഹു ശിർകുൻ ബിലാ മിരിയത്തിൻ ഫഹ്ദറന്നഹു. വഫീഹി അതിലാണ് വന്നിട്ടുള്ളത് എന്ത്, ജാഅൽ ഹദീസു, ഹദീസ് വന്നിട്ടുണ്ട് അന്നഹു ഷിർക്കുൻ, അത് ഷിർക്കാണ്. അപ്പോൾ ഇന്ന റുഖ വത്തമായിമ വത്തിവലത്ത് ഷിർക്കുൻ എന്ന് പറഞ്ഞിട്ട്, എന്താ തമീമത്ത്, ഏലസുകൾ, റുഖയകൾ, അതേപോലെ തിവലത്ത്, അതൊക്കെ ഷിർക്കാന്ന് വന്നിട്ടുണ്ടല്ലോ. അതിൽ പറഞ്ഞ റുഖയ്യ എന്ന് പറഞ്ഞാൽ ഷറ അനുവദിച്ച മന്ത്രങ്ങളല്ല, അത് ഇത്തരത്തിൽ മാനി, ആശയം വ്യക്തമാകാത്ത, അർത്ഥം വ്യക്തമല്ലാത്ത മന്ത്രങ്ങളാണ്. ബിലാമിരിയത്തിൻ, സംശയമില്ലാതെ, ബിലാശയ്ക്ക് എന്നർത്ഥം, ഫഹദറന്നു, അതിനാൽ നീ അതിനെ സൂക്ഷിക്കണം എന്ന്, സൂക്ഷിക്കുക തന്നെ വേണമെന്നുള്ള ഫഖീലാൻ്റെ നൂന് ഫഹദറന്നഹു എന്നുള്ള ചേർത്താവുന്നത്. ഇത് കുല്ലു മയ്യഖൂലുഹു ലാ യദ്രി
ലഅല്ലഹു യകൂനു മഹ്ദൽ കുഫ്രി. കാരണം അതിൻ്റെ ആശയം അറിയില്ല, അർത്ഥം അറിയാത്ത മന്ത്രമാകുമ്പോൾ അത് വ്യക്തമായ മഹ്ദായ കുഫ്ർ, സത്യനിഷേധമാവാൻ സാധ്യതയുണ്ടല്ലോ. അതാണ് ഔ ഹുവ മിൻ സിഹ്റിൽ യഹൂദി മുഖ്തബസ് അലൽ അവാമി ലബ്ബസുഹു ഫൽതബസ്. അല്ലെങ്കിൽ യഹൂദികൾ സിഹറിൻ്റെ ആൾക്കാരായിരുന്നല്ലോ, യഹൂദികളുടെ സിഹറിൽ നിന്ന് പിടിക്കപ്പെട്ട സംഗതിയാകാം. അപ്പോൾ ജനങ്ങളെ അതിൽ കൺഫ്യൂഷനാക്കും, വസ്വാസാക്കും എന്നതാണ്. وفي التمائم المعلقات إن تك آيات مبينات. ഇനി കെട്ടിത്തൂക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ ബന്ധിക്കുന്ന ഏലസുകളെ സംബന്ധിച്ച് അത് വ്യക്തമായ ആയത്തുകൾ, ഖുർആൻ ആയത്തുകളാണ് എങ്കിൽ, അതാണ് ഏലസിൽ ഉപയോഗിക്കുന്നത് എങ്കിൽ ഫൽ ഇഖ്തിലാഫു വാഖിഉൻ ബൈന സലഫ് ഫബഅദുഹും അജസഹ വൽ ബഅദു കഫ്. കിതാബ് തൗഹീദിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവர்களுം വിഷയം പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഖുർആൻ അടങ്ങിയ മന്ത്രങ്ങൾ ഉള്ള അങ്ങനെയുള്ള ഖുർആൻ ആയത്തുകൾ, ദിക്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അടങ്ങിയ ഏലസുകളാണെങ്കിൽ, അങ്ങനത്തെ തമീമത്തുകളാണെങ്കിൽ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സലഫുകൾക്കിടയിൽ, സലഫ് സ്വാലിഹ്യങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫബഅദുഹും അജാസഹ, ചില സലഫ് സ്വാലിഹ്യങ്ങൾ അത് അനുവദിച്ചിട്ടുണ്ട്, അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൽ ബഅദു കഫ്, എന്നാൽ ചിലർ അത് തടഞ്ഞിട്ടുണ്ട്. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തത്തിൽ പറഞ്ഞു അത് ഖുർആനിൽ നിന്നുള്ളതാണെങ്കിലും പാടില്ല, ഹറാമാണ് എന്ന് പറഞ്ഞ സലഫ് സ്വാലിഹ്യങ്ങളും ഉണ്ട്. അപ്പോൾ പിന്നെ അത് ഒഴിവാക്കലാണ് സൂക്ഷ്മത. അത് ഇതിൻ്റെ ഷറഹിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ ഈ ആനത്തുൽ മുസ്തഫീദ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് വ്യക്തമായിട്ട് അത് വിശദീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇത് വളരെ വ്യാപകമായിട്ട് ഷിർക്കിലേക്കൊക്കെ നയിക്കുന്ന, അല്ലെങ്കിൽ ഷിർക്ക് തന്നെ ആവുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതി അല്ല. പ്രത്യേകിച്ച് സലഫുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ നമ്മളുണ്ട് കൃത്യമായ പ്രമാണമില്ലാത്തതാകുമ്പോൾ അവിടെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക എന്നുള്ളതാണ്. അവിടെ എന്താണ് ഖുർആൻ ഹദീസിൽ വന്നിട്ടുള്ളത് ഷിർക്കാന്നാണ്. അത് പിന്നെ അല്ല ഖുർആൻ പെടുമോ ഇല്ലേ, ഖുർആൻ അടങ്ങിയതാണെങ്കിൽ അനുവദനീയാണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അപ്പോൾ പിന്നെ അത് ഒഴിവാക്കാണ് വേണ്ടത്. وَإِن تَكُن مِّمَّا سِوَى الْوَحْيَيْنِ فَإِنَّهَا شِرْكٌ بِغَيْرِ مَيْنِ. ഇനി ഈ രണ്ട് വഹി, അതായത് ഖുർആനും സുന്നത്തും അല്ലാത്ത മന്ത്രങ്ങൾ ആണെങ്കിൽ, അല്ലാത്ത മന്ത്രങ്ങൾ അടങ്ങിയ, അല്ലാത്തവ അടങ്ങിയ ഏലസുകളാണ് എങ്കിൽ അപ്പോൾ അത് ഷിർക്കാണ് എന്നുള്ള കാര്യത്തിൽ ഷക്കേ ഇല്ല, സംശയമേ ഇല്ല, അഭിപ്രായ വ്യത്യാസമല്ല. ബിഗൈരി മൈനിനർ ബിലാ ഷക്കിൻ, ബിഗൈരി ഷക്കിൻ എന്നർത്ഥം, സംശയമില്ലാതെ. ബൽ ഇന്നഹാ ഖാസിമത്തുൽ അസ്ലാമി ഫിൽ ബുഅദി അൻ സീമാഉലിൽ ഇസ്ലാമി എന്നല്ല, അതെന്താണ് അസ്ലാമ് പെട്ടതാണ്. ജാഹിലിയ കാലത്ത് അമ്പുകോലുകൾ ഉപയോഗിച്ചിട്ട് ഭാഗ്യം പരീക്ഷിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അത്തരം സംഗതികളിൽപ്പെട്ടതാണ്. അത് ഇസ്ലാമിൻ്റെ അടയാളത്തിൽ നിന്നൊക്കെ എത്രയോ അകന്നതാണ്, ഇസ്ലാമിൻ്റെ ചര്യപ്പെട്ടതല്ല എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലാക്കാം? റുഖയ്യ അത് ഖുർആനും സുന്നത്തും ഉപയോഗിച്ചുള്ള മന്ത്രങ്ങൾ ആണെങ്കിൽ അത് അനുവദനീയമാണ്, അത് സുന്നത്താണ് എന്ന കാര്യത്തിൽ, നബി ചര്യപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല. എന്നാൽ ഏലസ് കെട്ടുന്നത് ഖുർആൻ അടങ്ങിയതാണെങ്കിൽ പോലും അത് ഹറാമാണ് എന്ന് പറഞ്ഞ സലഫ് സ്വാലിഹ്യങ്ങളുണ്ട്. ഖുർആൻ ആണെങ്കിൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞവരും ഉണ്ട്. ഖുർആൻ അല്ലാത്തതാണെങ്കിൽ പിന്നെ ഖുർആനും സുന്നത്തും ദിക്റുകളും ദുആകളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലാത്തതാണ് എങ്കിൽ അത് തനിച്ച ഷിർക്കാണ് എന്ന കാര്യത്തിൽ തർക്കവും ഇല്ല. ഇനി റുഖയ്യ പറഞ്ഞല്ലോ, റുഖയ്യ ഷറഅയ്യ, ഷറ അനുവദിച്ചിട്ടുള്ള മന്ത്രം യഥാർത്ഥത്തിൽ അത് ദിക്റുകളും ദുആകളാണ്, ആയത്തുകളൊക്കെയാണ്. അത് എങ്ങനെയാവണം എങ്ങനെ ആവരുത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വിശദീകരണം ഇതിൻ്റെ ഷറഹിൽ തന്നെ മആരിജുൽ ഖുബൂലിൽ കാണാം. ഫതഹസ്സല മിൻ ഹാദാ അന്ന റുഖാ, അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് വ്യക്തമായി കിട്ടുന്ന കാര്യം എന്താണ്? നിശ്ചയം മന്ത്രങ്ങൾ, റുഖയ്യത്തുകൾ, റുഖ എന്നത് ലാ തജൂസു, അത് അനുവദനീയമല്ല, ഇല്ലാ ബിജിത്തിമായി സലാസത്തി ഷുറൂത്തിൻ, 3 നിബന്ധനകൾ ഒത്തുവന്നാലല്ല. ഫഇദ ജിത്തമഅത് ഫീഹാ, ഈ 3 നിബന്ധനകൾ ഒത്തുവന്നാൽ കാനത്ത് റുഖയ്യത്തൻ ഷറഇയ്യത്തൻ, അപ്പോൾ അത് റുഖയ്യ ഷറഇയ്യാണ്. വഇൻ ഇഖ്തല്ല മിൻഹാ ഷൈഉൻ കാന ബിദ്ദി ദാലിക്,
ഈ മൂന്ന് കാര്യങ്ങളിൽ, ഇനി പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇല്ല എങ്കിൽ അത് എന്താണ്? റുഖിയ ശർഈ അല്ല, റുഖിയ ശിർക്കിയാണ്, അല്ലെങ്കിൽ റുഖിയ ബിദ്അയാണ് എന്നതാണ്. അല്ല, അവർ ഒന്നാമത്തെ കാര്യം അൻ തകൂന മിനൽ കിതാബി വസ്സുന്ന. ആ മന്ത്രം എന്തായിരിക്കണം? വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്നും ഉള്ളതായിരിക്കണം. ഫലാ തജൂസു മിൻ ഗൈരിഹിമ. അപ്പോൾ രണ്ടും അല്ലാത്തതിൽ നിന്നുള്ളത് അനുവദനീയമല്ല. അശ്ശർതു സാനി, രണ്ടാമത്തെ നിബന്ധന അൻ തകൂന ബിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിലായിരിക്കണം. ഇപ്പോൾ ഖുർആനായ തന്നെ പരിഭാഷ എഴുതിയിട്ട് മന്ത്രാക്കാൻ പറ്റൂല. മഹ്ഫൂദത്തുൻ അൽഫാദുഹ മഹ്ഫൂമത്തുൻ മആനിഹ. അതിൻ്റെ ലഫ്ളുകൾ മഹ്ഫൂദത്തായിരിക്കണം, അതിൻ്റെ ആശയം വ്യക്തമായിരിക്കണം, ഗ്രഹിക്കപ്പെടാൻ പറ്റുന്നതായിരിക്കണം. ഫലാ യജൂസു തഅയ്യിറുഹ ഇലാ ലിസാനിൻ ആഖർ. അപ്പോൾ അതിനെ മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് മന്ത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. മന്ത്രമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ആ ലഫ്ള് അങ്ങനെ തന്നെ ഉപയോഗിക്കണം, ആയത്തുകളാണെങ്കിലും ഹദീസുകൾ വന്നിട്ടുള്ളതാണെങ്കിലും. അസാരിസ്, മൂന്നാമത്തെ കാര്യം അൻ യഅ്തഖിദ അന്നഹ സബബുൻ മിനൽ അസ്ബാബ്. ഈ ഷിഫാക്ക് അത് കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമാണ് എന്ന് വിശ്വസിക്കണം. ലാ തഅ്സീറ ലഹാ ഇല്ലാ ബിഇദ്നില്ലാഹി അസ്സ വജൽ. അല്ലാഹു അസ്സ വജലിന്റെ അനുമതി പ്രകാരമല്ലാതെ അതിനൊരു ഫലവുമില്ല. ഫലാ യഅ്തഖിദു അൻ-നഫ്ഉ ഫീഹാ ലിദാത്തിഹാ. അതിൻ്റെ ദാത്ത് കൊണ്ട് തന്നെ ഉപകാരം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. ബൽ ഫിഅലുർ റാഖി അസ്സബബ്. മന്ത്രിക്കുന്ന ആൾ, അത് ഉപയോഗിച്ച് മന്ത്രിക്കുന്ന ആളുണ്ടല്ലോ, അതൊരു കാരണമാണ്. വല്ലാഹു ഹുവൽ മുസബ്ബിബു ഇദാ ഷാ. അല്ലാഹു ഉദ്ദേശിച്ചാൽ അവനാണ് മുസബ്ബിബ്, കാരണം ഉണ്ടാക്കുന്നവൻ.